രാഷ്ട്രമാണ്. എല്ലാറ്റിനും മീതെയാണ് രാഷ്ട്രീയം. അയ്യപ്പനെ പോലെ സുരക്ഷിതമായി വെക്കുന്നുണ്ട് രാഷ്ട്രീയമെന്ന ഉപരിമണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒന്നിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് അയ്യപ്പനെ. രാഷ്ട്രീയമായിട്ടുള്ള സംരക്ഷണമില്ലേ അയ്യപ്പനെ എന്നേ മുമ്പ് കൊണ്ടുപോയി. അയ്യപ്പന്റെ വിഗ്രഹവും കൂടെ കൊണ്ടുപോയി. ഞാൻ ദേവസ്വം മന്ത്രിയായതാണ്, എനിക്കറിയാം. ഇതൊക്കെ ഞാൻ അവസാനിപ്പിച്ചാണല്ലോ. അപ്പൊ വലിയ കാര്യത്തിൽ അവരോട് പറയുന്നല്ലോ, അന്ന് ഒരു സ്വർണ്ണപ്പാളി ആരും കൊണ്ടുപോയില്ല. അന്ന് രേടാ കൂടെ ഉണ്ടായില്ല. ഞാൻ 3.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അത് ആർക്ക് കൊടുത്തു? കടത്തപ്പള്ളിക്ക്. ഈ സുധാകരനെ കേരളീയർക്ക് അറിയാമല്ലോ. കാറ തീർന്ന നല്ല ഒന്നാം തരം കമ്മ്യൂണിസ്റ്റാണ്. അച്യുതാനന്ദന്റെ വലം കൈയായിരുന്നു. അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പ് വിജയിച്ചു വന്നപ്പോൾ അച്യുതാനന്ദനെ വെട്ടി വീഴ്ത്തിയിട്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. അന്ന് അച്യുതാനന്ദനോടുള്ള കരാർ അനുസരിച്ച് ഈ സുധാകരനെ അദ്ദേഹം ദേവസ്വം ബോർഡ് മന്ത്രിയാക്കി. പിന്നെ ഇത്തിരി അടിച്ചുമാറ്റൽ അറിയാമല്ലോ, പിണറായി വിജയന്റെ ആ ദുസ്വഭാവം അറിയാമല്ലോ. അങ്ങനെ അടിച്ചുമാറ്റൽ വരണമെന്ന് തോന്നിയപ്പോഴാണ് ഈ പിണറായി വിജയൻ ഈ സുധാകരനെ വെട്ടി വീഴ്ത്തിയിട്ട് ഒരു മണുകൊണാഞ്ചൻ കടന്നപ്പള്ളി രാമേന്ദ്രനെ ദേവസ്വം വകുപ്പ് മന്ത്രിയാക്കി ഇരുത്തിക്കൊണ്ടാണ് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയതെന്ന് ആർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ പ്രതിയായ നമ്മുടെ ആ ഉണ്ണികൃഷ്ണൻ ഈ സ്വപ്ന സുരേഷിനെ പോലെ ഒരു നിരപരാധിയാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോൾ പറയാനൊക്കത്തില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് സ്വപ്ന സുരേഷിനെ പോലൊന്നും ഈ ഉണ്ണികൃഷ്ണനെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പക്ഷേ കൊല്ലപ്പെട്ടേക്കാം, അല്ലെങ്കിൽ കുറ്റവാളിയായേക്കാം. ഏതായാലും പിണറായി വിജയന്റെ ഈ കുൽസിത ബുദ്ധിയും കുശാഗ്രതയും ഫാസിസവും നമുക്ക് കാത്തിരുന്ന് കാണാം.